യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി. വൻ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് വാഷിംഗ്ടണിൽ ലഭിച്ചത്. അനധികൃത കുടിയേറ്റ വിവാദം മുതൽ നികുതി വിഷയം വരെ ചർച്ചകളിൽ വിഷയമായേക്കും. ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം മോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമാണ് ഇത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും തൗബ മാഹിൻ ചേരുന്നുണ്ട്. തൗബ, ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള നിർണായകമായ ഒരു ചർച്ചകൾ നടക്കുന്ന ദിവസം കൂടിയാണ്. നിരവധി വിഷയങ്ങൾ, കുടിയേറ്റ വിഷയങ്ങളടക്കം ചർച്ചയ്ക്ക് വരുന്ന ദിവസമാണ്. എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, വിശദാംശങ്ങൾ? ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. അതായത് നമുക്കറിയാം, ഈ യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങിട്ട്, അതായത് മനുഷ്യത്വരഹിതമായി ഇന്ത്യയിൽ എത്തിച്ച വിഷയം വരെ വലിയ വിവാദത്തിൽ നിൽക്കുന്നതിനിടെയാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. മാത്രമല്ല, ഇനിയും 487 ഇന്ത്യക്കാരെ, അനധികൃത കുടിയേറിയ ഇന്ത്യക്കാരെ ഇവിടെ രാജ്യത്തെത്തിക്കുമെന്ന് വിക്രം മിശ്ര അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. മാത്രമല്ല, ഈ മനുഷ്യത്വരഹിതമായി ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് പാർലമെന്റിലടക്കം വലിയ വിവാദമുണ്ടായി. രാജ്യത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവെച്ച സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി വരുന്ന ഇന്ത്യക്കാരോട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം ട്രംപ് ഭരണകൂടം നല്ല രീതിയിൽ അവരോട് പെരുമാറണമെന്നടക്കമുള്ള കാര്യങ്ങൾ മോദി ചർച്ച ചെയ്തേക്കും. ഇന്ത്യക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നതിലടക്കമുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കാനും സാധ്യതയേറെയാണ്. 7 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ, അനധികൃത ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട്. അവരെ ഇനി ഇന്ത്യയിൽ എത്തിക്കുന്ന കാര്യം അടക്കം ചർച്ച ചെയ്യാൻ സാധ്യത ഏറെയാണ് സംഗീത. അതുമാത്രമല്ല, നികുതി ഒരു പ്രധാന വിഷയമാണ്. മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ നികുതി വിഷയവും ചർച്ചയിൽ വന്നിരിക്കാം. പ്രത്യേകിച്ച് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ഒരു വ്യാപാര യുദ്ധം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നികുതി വിഷയം വലിയ ചർച്ചയാവും. കാരണം 100% നികുതി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഈടാക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനം ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പും ശേഷവും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ, നികുതി വിഷയത്തിൽ കൃത്യമായൊരു ചർച്ച നടക്കും. തുറന്ന ചർച്ചയ്ക്ക് സാധ്യത തന്നെയുണ്ട്. അതുപോലെ H1B വിസയുടെ കാര്യം, ഇതൊരു സ്കിൽഡ് വിസയാണ്. ട്രംപ് മുൻപ് ഈ വിസ മരവിപ്പിക്കുകയും നിർത്തിവെക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അധികാരത്തിലെത്തിയ ശേഷം ഒരു തുറന്ന സമീപനമായിരുന്നു H1B വിസയുടെ കാര്യത്തിൽ ട്രംപിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിസയുടെ എണ്ണം കൂട്ടുന്നതടക്കമുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിസയുടെ കാര്യം, ഈ ഒരു അനുകൂല ഒരു ചർച്ച തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ഈ വിസയുടെ കാര്യം എണ്ണം കൂട്ടുന്നതടക്കമുള്ള വിഷയങ്ങൾ മോദി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ട്രംപ് ഈ ഗസ വെടിനിർത്തൽ അടക്കമുള്ള വിഷയങ്ങളിൽ മോദിയോട് അഭിപ്രായം തേടിയേക്കും. അതുപോലെ റഷ്യൻ വിഷയത്തിലും, റഷ്യ-യുക്രൈൻ യുദ്ധത്തിനെക്കുറിച്ചും മോദിയോട് അഭിപ്രായം തേടും. പിന്നെ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന കാര്യത്തിലും മോദിയോട് ആവശ്യപ്പെട്ടേക്കും. കാരണം റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങി 2021 വരെ അമേരിക്കയിൽ നിന്നായിരുന്നു ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത്. എന്നാൽ റഷ്യ-യുക്രൈൻ യുദ്ധത്തോടെ റഷ്യ വില കുറഞ്ഞ രീതിയിൽ എണ്ണ നൽകിയതോടുകൂടി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. എന്നാൽ ഈ ചർച്ചയിൽ മോദിയോട് ട്രംപ് ആവശ്യപ്പെടും എണ്ണ അമേരിക്കയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാൻ സാധ്യതയേറെയാണ്. അതുപോലെ സാങ്കേതിക വിദ്യയിലും അടക്കമുള്ള ചർച്ചകൾ ഉണ്ടായേക്കും. അതുപോലെ സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കുമായും ഒരു വലിയ ചർച്ചയിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ വെഹിക്കിൾ രംഗത്ത് ഇന്ത്യ മുന്നേറിക്കൊണ്ട സാഹചര്യത്തിൽ ടെസ്ല മേധാവി ഇലോൺ മസ്കുമായി വലിയ ചർച്ചയ്ക്കും സാധ്യത കൂടുതലാണ്. അതുപോലെ നമുക്കറിയാം, ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിലുള്ള ഒരു വളർച്ച ായിരുന്നു. 2017 ഇരുവരും വാഷിംഗ്ടണിൽ വെച്ച് ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത്. പിന്നീട് ഹൂസ്റ്റണിലും അഹമ്മദാബാദിലും വെച്ചുള്ള കൂടിക്കാഴ്ച ഇരുവരുടെ ബന്ധം വലിയ രീതിയിൽ വളർത്തിയിരുന്നു. അതുപോലെ ചൈനയുടെ കാര്യത്തിൽ ഇരു നേതാക്കളും സ്വീകരിക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളാണ് ഇരുവരുടെ ഒരു സമാനത തന്നെ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിനായി ഇന്ന് നടക്കുന്ന ഈ കൂടിക്കാഴ്ച ഒട്ടേറെ വിഷയങ്ങളിൽ ഒരു വലിയ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സംഗീത. അതുപോലെ
ഇന്ന് മോദിക്ക് ഊഷ്മളമായ വാഷിംഗ്ടണിലെത്തിയ മോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് നമുക്കറിയാം. ബെയർ ഹൗസിൽ ഇപ്പോൾ മോദി ഉള്ളത് വാഷിംഗ്ടണിലെ പ്രസിഡൻഷ്യൽ ഹൗസിലുള്ള ബെയർ ഹൗസിലാണുള്ളത്. 6 ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഈ ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയിൽ ഒട്ടേറെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരിക്കും. തീർച്ചയായും ഏറെ നിർണായകമാകുന്ന ട്രംപ് മോദി കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. തൗബ മാഹിനാണ് വിവരങ്ങൾ നൽകിയത്.